അല്ലാഹു അവൻ്റെ വെള്ളവും ഭക്ഷണവും ഉപയോഗപ്പെടുത്തി അവൻ്റെ ഓക്സിജൻ ശ്വസിച്ച് അവൻ തന്ന സർവ്വ അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിക്കുന്നവനും വിശ്വസിക്കുന്നവനും ആയാൽ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും എന്തിനധികം പറയണം, സ്വന്തം ശരീരത്തെക്കാളും സ്നേഹിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടെങ്കിലേ അദ്ദേഹം യഥാർത്ഥത്തിൽ മുഅ്മിനാവുകയുള്ളൂ എന്ന് വല്ലദീ നഫ്സീ ബിയദിഹി എന്ന് പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സ്നേഹം, ആദരവ്, അത് രണ്ടും മനസ്സിൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്. സ്നേഹവും ആദരവും. ആ മനസ്സിലുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കൽ പല വിധത്തിലാണ്. ഇന്നലെ കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നമ്മുടെ ദിക്ർ ഹൽക്കയാണല്ലോ. ഹൽക്കയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഞാനത് കുറേയേറെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് യൂട്യൂബിൽ കിട്ടും. നമ്മൾ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്നേഹിക്കുന്നു, ആദരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ആ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് നമ്മളെ ബാപ്പൻ്റെ പേര് കേൾക്കുമ്പോൾ വരെ നമ്മളങ്ങനെ പറയാറില്ല. നമുക്ക് ബാപ്പയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മളുടെ ഈമാനിന് നിമിത്തമായ, നമുക്ക് ഈമാൻ എത്തിച്ചു തന്ന ഏറ്റവും പ്രശസ്തനും ഏറ്റവും പ്രഗത്ഭനും ഏറ്റവും മഹത്വമുള്ളവരുമായ ഔലിയാക്കളിൽ ഏറ്റവും വലിയ ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആ സ്നേഹപ്രകടനവും ആദരവും റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലോകം മുഴുക്കെ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെ ഒരാൾ കയറി വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയണം എന്ന് ഖുർആനിലുണ്ടോ? അല്ലെങ്കിൽ വേറൊരാൾ ചോദിക്കുന്നു, അങ്ങനെ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? വേറൊരാൾ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടോ? മറ്റൊരാൾ ചോദിക്കുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ അബൂബക്കർ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാറുണ്ടോ? ഇങ്ങനെ കുറേ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തോട് എന്താണ് മറുപടി പറയുക? ഖുർആനിലുണ്ടെന്നാണോ? ഇല്ലെന്നാണോ? ഹദീസിലുണ്ടെന്നാണോ? ഇല്ലെന്നാണോ? നബി തങ്ങൾ അബൂബക്കർ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു എന്നാണോ? എന്താണ് മറുപടി പറയാം? വാസ്തവത്തിൽ ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. കാരണം അള്ളാഹുവിൻ്റെ മഹ്ബൂബിങ്ങളായ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ, മലക്കുകളുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ അവരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ പതിവാക്കി വന്ന അതിശ്രേഷ്ഠമായ ഒരു സൽക്കർമ്മമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുക. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലെങ്കിൽ അലൈഹിസ്സലാം എന്ന് പറയുക, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുക, അതേപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക. അത് വലിയ ബഹുമാനവും ആദരവും സ്നേഹപ്രകടനവും ആണ്. അതിന് തന്നെ കാറ്റഗറി ഉണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയൂല. എന്താ പറയേണ്ടത്, എപ്പോഴാ പറയേണ്ടത്, എങ്ങനെയാ പറയേണ്ടത്, അതൊക്കെ നമ്മുടെ മുൻഗാമികളായ സാലിഹീങ്ങളായ ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാറുണ്ടോ? ഇല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാറ്റഗറിയിൽ പറയേണ്ടത് റളിയല്ലാഹു അൻഹു. മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹഹു, രണ്ടും കൂട്ടിപ്പറഞ്ഞവരും രണ്ടിൽ ഒന്ന് പറയുന്നവരും ഉണ്ട്. റളിയല്ലാഹു അൻഹു എന്ന് എല്ലാ സഹാബികൾക്കും പറഞ്ഞു വരുന്നതാണ്, ഇമാമിയങ്ങൾക്കും പറയാറുള്ളതാണ്. എന്നാൽ കറമല്ലാഹു വജ്ഹഹു എന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മാത്രം എന്തുകൊണ്ട് പറയുന്നു?
എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുട്ടിക്കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് വന്ന മഹാനാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിനല്ലാതെ ഒരു വിഗ്രഹത്തിനും സുജൂദ് ചെയ്തിട്ടില്ല. നമ്മുടെ നെറ്റി അത് മുഖത്തിൽപ്പെട്ടതാണല്ലോ, നമുക്കെല്ലാവർക്കും അറിയാലോ. ഉളു എടുക്കുന്ന സമയത്ത് നെറ്റി അടക്കം കഴുകണം, അത് മുഖത്തിൽപ്പെട്ടതാണ്. ആ നെറ്റി മാനവരുടെ ജീവിതത്തിൽ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിലും സാഷ്ടാംഗം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ മുഖത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഒരു വിഗ്രഹത്തിനും സുജൂദ് ചെയ്തിട്ടില്ലെന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞത്. പക്ഷേ അതിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റേത് പോലെ പൂർണ്ണമായും ഏകാഭിപ്രായത്തിൽ അങ്ങനെ എല്ലാവരും പറഞ്ഞിട്ടില്ല. കാരണം സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാമിലേക്ക് വന്നത് കുറേ വയസ്സായതിന് ശേഷമാണ്. പക്ഷേ മഹാനവറുകളും ജീവിതത്തിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോഴും റളിയല്ലാഹു അൻഹു വകറമല്ലാഹു വജ്ഹഹു എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ എഴുതി വെച്ച സ്ഥലത്ത് തന്നെ പറഞ്ഞവർ ഉണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, കറമല്ലാഹു വജ്ഹഹു എന്ന് പറയുന്നു. കറമല്ലാഹു വജ്ഹഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടുത്തെ മുഖത്തെ അള്ളാഹു ആദരിക്കട്ടെ എന്നാണ്. റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാലോ അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്നാണ്. ഇത് രണ്ടും മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് പറയുന്നു, മറ്റുള്ളവർക്കൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ പേര് പറയുമ്പോൾ അള്ളാഹുവിനാണല്ലോ ഏറ്റവും കൂടുതൽ ഏത് മനുഷ്യനും വല്ലദീന ആമനു അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെയാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ് അവൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നത്. അള്ളാഹു ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, പഴയ കാലത്ത് വേദ പറയുമ്പോൾ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയും. എല്ലാവരും സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് തസ്ബീഹ് ചൊല്ലും. അവിടെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ എന്താണ്? അസ്സ വജല്ല. അസ്സ വജല്ല എന്താണ് അതിൻ്റെ അർത്ഥം? അസ്സ അല്ലാഹു തആല ഔന്നത്യമുള്ളവനായി, വജല്ല അല്ലാഹു വലിയ മഹത്വമുള്ളവനായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഔന്നത്യം ഉണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഹത്വമുള്ള ആളാണല്ലോ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ അസ്സ വജല്ല എന്ന് പറയില്ല. കാരണം അത് നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അസ്സ വജല്ല എന്ന് പറയില്ല. ഇമാമിങ്ങൾ പറയാണ് വൈൻകാന അസീസൻ ജലീലൻ, നബിതങ്ങൾ വലിയ ഇസ്സത്തുള്ള ആളാണ്, സംശയം ഇല്ല. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി എന്നല്ലേ ഖുർആൻ തന്നെ പറഞ്ഞത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഹത്വമുള്ള ആളാണ്, സംശയം ഇല്ല. പക്ഷേ പേര് പറയുമ്പോൾ അസ്സ വജല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയുകയില്ല. നബി തങ്ങളുടെ പേര് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ എന്ന് പറയുന്നു. അതുപോലെ സ്വലാത്ത് ചൊല്ലുന്നു. സഹാബത്തിന്റെ പേര് പറയുമ്പോൾ, അയിമ്മത്തിന്റെ പേര് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു. ഇതോരോ കാറ്റഗറിയാണ്. പക്ഷെ ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ, സാലിഹീങ്ങൾ പഠിപ്പിച്ചു തന്നതാണ്. അവര് പഠിപ്പിച്ച് തന്നത് മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നബിതങ്ങളുടെ ചര്യയും അതേപോലെ മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടായ്മയും മുസ്ലിം കൂട്ടായ്മയും അതിനെ ഉൾക്കൊണ്ട് അംഗീകരിച്ച് ജീവിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നമ്മളത് ചുരുക്കി പറയുന്ന പേരാണ് സുന്നി. അൽഹംദുലില്ലാ, അഹ്ലുസുന്നത്തി വൽ ജമാഅ. സുന്നി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നബിതങ്ങളുടെയും സ്വഹാബത്തിൻ്റെയും ചര്യയിലേക്ക് ചേർക്കപ്പെട്ടവർ എന്നാണ് സുന്നി എന്ന് പറഞ്ഞാൽ. ഷാഫിഈ എന്ന് പറഞ്ഞ അർത്ഥം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടവർ എന്നാണ്. ഹംബലി എന്ന് പറഞ്ഞാൽ
ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടവർ എന്നാണ്. ഹനഫി എന്ന് പറഞ്ഞാൽ ഹനഫി എന്നാണ്. അതെ, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടവർ എന്നാണ്. മാലിക്കി എന്ന് പറഞ്ഞാൽ മാലിക് റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെട്ടവർ എന്നാണ്. സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തിലേക്ക് ചേർക്കപ്പെട്ടവർ എന്നാണ്.